ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ഒരു 3-4 മാസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള കേട്ടോ. അങ്ങനെ ഫോണിൽ ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതാന്ന് കരുതി നോക്കാമെന്ന് അങ്ങനെ വിചാരിച്ച് തുറന്നതാണെന്ന്. അപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയോ ഒരു കൗതുകത്തിന് അന്ന് എടുത്തു വെച്ചതാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഏതായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ കരുതിയിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം എന്തൊക്കെ പറയണം എന്നുള്ളതാണെന്നൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. കാരണം അത്രയും കാലമായില്ലേ, 3-4 മാസമായി. ഇത് ഞങ്ങൾ റാൻഡായിട്ടൊരു ദിവസം ചാലിയം ബീച്ച് പോയ സമയത്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എപ്പോൾ പോയതാണെന്നോ എന്തിനു പോയതാണെന്നൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവിടെ കുതിര സവാരിയൊക്കെ കണ്ടില്ലേ, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ ഇവിടെ പപ്പക്കും ഉമ്മക്കും ഇതാണ് പരിപാടി. എന്തോ പണ്ടത്തെ കളിയാണ്, നമുക്കാർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തോ ഒരു ചെടീൻ്റെ കായാണ്, പേര് പോലും എനിക്കറിയില്ല. അന്ന് ഞാനതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പറയുമ്പോൾ പറയാലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഞാനതൊക്കെ മറന്നു കേട്ടോ. അപ്പോൾ അവർ സ്വസ്ഥമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ. അപ്പോൾ പേരക്കുട്ടികളൊക്കെ വന്നപ്പം അവർ കളി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അവരെ കളിയും കൂടി പിത്തനായി. ഇങ്ങനത്തെ കളി കളിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചില വീഡിയോസൊക്കെ ഇതുപോലെ ഫോണിലുണ്ടാവും, ഷോർട്സ് ആക്കി വീഡിയോ ലോങ് വീഡിയോ ഇടാന്നൊക്കെ കരുതി വെക്കുന്നത്, പിന്നെ അത് മറന്നു പോവുകയും ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ മെമ്മറി ഫുള്ളാകുമ്പോഴൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടെന്ന് കാണാം. അപ്പോൾ ഇതുപോലെ യൂട്യൂബിൽ ഷോർട്സ് ആക്കി ഇടുന്നതുകൊണ്ട് വേറെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഇതുപോലുള്ള ചില മൊമെൻറ്റ്സ് നമുക്ക് എപ്പോഴും കിട്ടാത്ത വല്ലപ്പോഴും കിട്ടുന്ന മൊമെൻറ്റ്സ് ആണല്ലേ. അപ്പോൾ അതൊക്കെ ഫോണിലൊക്കെ സൂക്ഷിക്കാൻ നല്ലതാണ്, ക്ലൗഡിലും ഒക്കെ സൂക്ഷിക്കുക. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ അതൊന്നൊക്കെ ഡിലീറ്റ് ആയിട്ടും ഒക്കെ പോവും. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്നും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കരുതിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് അക്കൗണ്ടൊക്കെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴാണ് പിന്നീട് അത് മോണിറ്റൈസേഷനൊക്കെ ചെയ്യാൻ തോന്നിയത്.